ഹലോ, അപ്പൊ ഞങ്ങള് മോളുടെ ചോറൂണിന് വേണ്ടി പോവാട്ടോ. ഇപ്പൊ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. കുറ്റ്യാടി എത്തണം. അപ്പൊ 10 മണിന്റെ ഉള്ളില് ചോറൂണാണ് കേട്ടോ. അപ്പൊ അമ്മയുണ്ട്, അച്ഛനുണ്ട്, സച്ചിനേട്ടന്റെ ഫ്രണ്ട് കുഞ്ഞനുണ്ട്, പിന്നെ കുഞ്ഞാവുണ്ട്, ഞങ്ങൾ. അങ്ങനെ ആഗ്രഹിച്ച് കാത്തിരുന്നിട്ടുള്ള മോളുടെ ചോറൂണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം 2-3 ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ ഒരുക്കി വെക്കുക കേട്ടോ. ആ ബാഗിനകത്തും കവറിനകത്തും ഉള്ളത് അവിടത്തേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഡ്രസ്സും പിന്നെ മോൾക്ക് വേണ്ട പാല്, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ഒരുക്കം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സാണല്ലോ. അപ്പോൾ സച്ചിനേട്ടൻ്റെ ഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഒരു കടയിൽ കയറി ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷേ എൻ്റെ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ കുറേ സെർച്ച് ചെയ്തു. അപ്പോഴാണ് നമ്മൾ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ലായിരുന്നു ഒരു സെറ്റ് സാരി. അതേ പേജ്, അതായത് മഹ്യ ലൂംസ് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് എനിക്ക് റെഡി ടു വെയർ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് സാരി അയച്ചു തന്നെ കേട്ടോ. പുലർച്ചയ്ക്ക് ഇത്രയും ദൂരത്ത് മോളെയും കൊണ്ട് വരുന്ന സമയത്ത് റെഡി ടു വെയർ സാരിയാണ് കുറച്ചുകൂടി എനിക്ക് പറ്റുന്നതെന്ന് തോന്നിയിട്ടാണ് ഞാനത് നോക്കി വാങ്ങിയത്. എന്താണെങ്കിലും അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഏകദേശം 8 മണിയാകുമ്പോഴത്തേക്ക് തന്നെ കുറ്റ്യാടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറ്റ്യാടിയിൽ നിന്ന് പിന്നെ ഏകദേശം 4 കിലോമീറ്റർ മാത്രമേ അമ്പലത്തിലേക്കുള്ളൂ കേട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് തന്നെ പൊന്നും സിയമോളും ഞങ്ങളവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വാവേനെ വേഗം പൊന്നൂൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ സാരിയൊക്കെ അവിടെ നിന്ന് റെഡിയാക്കി. എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് വരുന്ന അമ്പലം കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അച്ഛനാണ് നിൽക്കുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അമ്മയുടെ അമ്മ കൂടി കേട്ടോ. അച്ഛൻ്റെ ഫാമിലിയിൽ ഒരാൾ മരിച്ചുകൊണ്ട് തന്നെ അച്ഛൻ്റെ അമ്മയോ തായമ്മയോ അച്ഛനോ ഒന്നും അമ്പലത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അച്ഛൻ പിന്നെ അമ്മേൻ്റെ വീട്ടിൽ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. അച്ഛമ്മയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കേട്ടോ ഉള്ളൂ, അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അച്ഛമ്മേനെ കാണാൻ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, നിത്യം പൂജയില്ലാത്ത ഇത്രയും ദൂരത്തിലൊരു അമ്പലത്തിൽ വന്നിട്ട് എന്തിനാ മോൾക്ക് ചോറ് കൊടുത്തതെന്നുള്ള കാര്യം. അതിന് പ്രത്യേകം കാരണമുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്നതും എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളതായിട്ടുള്ളൊരു അമ്പലം ഇവിടെ കേട്ടോ. എനിക്കിപ്പോൾ എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ ആദ്യം വിളിക്കുക എൻ്റെ കാളിയമ്മേന്ന് കേട്ടോ. അങ്ങനെ കാളിയമ്മേന്ന് വിളിക്കുന്നതുകൊണ്ട് തന്നെ സച്ചിനായിട്ട് എന്നെ പലപ്പോഴും കളിയാക്കാറുണ്ട് കേട്ടോ, എൻ്റെ ഒരു കാളിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സച്ചിനേട്ടനും ഭയങ്കര വിശ്വാസമായിട്ടോ. അങ്ങനെ മോളെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ വക ഇവിടെ ചെലമ്പും താലിമാലയൊക്കെ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മോൾക്കൊരു കുഴപ്പമില്ലാതെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇതിനെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ആരും പരത്തണ്ട കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ കാണാൻ മുകളിൽ ഒരാളെങ്കിലും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തെറ്റ് ചെയ്യുമ്പോൾ പോലും ഒരു പേടി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമിതമായിട്ട് ഒരു കാര്യത്തിൽ വിശ്വസിക്കാനോ അന്ധമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്ന് കരുതിയിട്ട് ഇവിടുത്തെ ദൈവം എന്നെ നേരിട്ട് വന്ന് രക്ഷിക്കുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു അമ്പലത്തിൽ വരുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സമാധാനമാണ്. മാത്രമല്ല ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് അത്രത്തോളം സന്തോഷം ഉണ്ടാവുന്നത്. എന്താണെങ്കിലും അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം അല്ലേ. അങ്ങനെ പൂജ കഴിയുന്നവരെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരും അമ്മയുടെ വീട്ടിലെ ആൾക്കാരും മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മയുടെ വീട് അടുത്തതായതുകൊണ്ടാണ് അമ്മയുടെ വീട്ടിലെ ആൾക്കാർ വന്നത്, അല്ലെങ്കിൽ അവരും ഉണ്ടാവില്ല. കാരണം ഞങ്ങളൊരു നേർച്ചയുടെ ഭാഗമായിട്ട് ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി മാത്രം കേട്ടോ ഇവിടെ വന്നത്. ഇനി മോൾക്ക് അന്തനാർക്കാവിൽ വെച്ച് ചോറൂണുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മുത്തപ്പൻകാവിൽ പോകണം. അങ്ങനെ കുറേ പ്രാർത്ഥനകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഇത് ഞങ്ങളൊരു ചടങ്ങായിട്ട് മാത്രം ആദ്യം ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മോൾ ഒരുങ്ങുക കേട്ടോ. അവളെ മുണ്ട് ഉടുപ്പിക്കുകയാണ് പൊന്നും അമ്മയും ഒക്കെ. അങ്ങനെ അവൾ മുണ്ടൊക്കെ ഉടുത്ത് സെറ്റായി നിൽക്കണം. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് എന്നെ ചെയ്യുന്നത്, രാവിലെ എന്നെ എവിടത്തേക്കാണ് കൊണ്ടുപോയത്, ഈ പുതിയ മുഖങ്ങളൊക്കെ ആരാണെന്നൊക്കെ. അവൾ മൊത്തത്തിലൊരു മായാലോകത്തിങ്ങനെ നിൽക്കുക കേട്ടോ. ഇനി അടുത്ത ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ചന്ദനപ്പടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. റെഡി ടു വെയർ സാരി ആയതുകൊണ്ട് തന്നെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. മോളെ ഞാൻ തന്നെ എടുത്തിട്ടാണ് ഇരുന്നത്. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ ഇങ്ങനെ ഇരുന്നല്ലോ എന്ന് ഞാൻ ഓർത്ത കേട്ടോ. പിന്നെ സച്ചിനേട്ടൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം എന്ത് ചടങ്ങുണ്ടെങ്കിലും ഞാൻ കല്യാണത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ. അങ്ങനെ ഞാൻ മോളെ കൊടുത്തപ്പോൾ പറഞ്ഞു ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്പൂതിരി വരുമ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം വാങ്ങിച്ചിട്ട് പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങ് തിരിച്ചു തന്നു കേട്ടോ. പിന്നെ മോളാണെങ്കിൽ എനിക്കുള്ള ചോറ് കൊണ്ടുവന്നോളൂ ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ് അവളിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഏത് അമ്പലമെന്നുള്ള പേര് പറയാൻ മറന്നു കേട്ടോ. കുറ്റ്യാടിയിൽ നിന്ന് ഊരത്ത് പോകുന്ന വഴിക്ക് വള്ളിയുള്ളത്തറ ഭഗവതി ക്ഷേത്രത്തിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഉത്സവം വരുന്നത് ഫെബ്രുവരി 24, 25, 26 ദിവസങ്ങളിലാണ്. ഞാൻ അധിക വർഷം ഇവിടെ വന്നിട്ട് തിറയൊക്കെ കാണാറുണ്ട് കേട്ടോ. ഉത്സവമല്ല, തിറയാണ് ഉണ്ടാവാറ്. അതായത് വെള്ളാട്ടും തിറയായിട്ട് 3 ദിവസങ്ങളിൽ ഒരു പരിപാടി പോലെ കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലെ പൂജയൊക്കെ കഴിഞ്ഞ് അവർ പായസമൊക്കെ കൊണ്ടുവരുന്ന സമയം കൊണ്ട് സച്ചിനായിട്ട് മോളെ എടുത്ത് മടിയിൽ വെച്ചു കേട്ടോ. പിന്നെ മോൾ ഉടുത്തിട്ടുള്ള മുണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്ന മുണ്ടാട്ടോ. ഞാൻ കടയിൽ പോയി ചോദിച്ച സമയത്ത് അവരെടുത്തു തന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. ഞാൻ ആദ്യമായിട്ടായിരിക്കും, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര അത്ഭുതം തോന്നിയത്. കാരണം അതിങ്ങനെ അഴിഞ്ഞു പോകില്ല, നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോണും കൊണ്ട് കോപ്രായം കളിക്കുന്നതുകൊണ്ടാണോ ദൈവത്തിന് ഇഷ്ടപ്പെടായിട്ടെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും കറക്റ്റായിട്ട് മോൾക്ക് ചോറ് കൊടുക്കുന്ന ആ ഒരു സമയം വരുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി. അതായത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. മോൾക്ക് ഏട്ടൻ പൊട്ട് തൊടിയിച്ച് കൊടുക്കുന്ന ആ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ചോറ് കൊടുക്കുന്ന കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പിട്ട് തന്നെ ഞാൻ ഏകദേശം ഫോണിലുള്ള കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സമയത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. പിന്നെ അമ്മമ്മ കൊടുത്തു കഴിഞ്ഞിട്ട് സിയമോള് കൊടുത്തു. പിന്നെ ആദ്യം ഞങ്ങൾ കൊടുത്ത സച്ചിനേട്ടനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തു, ഇവിടുത്തെ അമ്മ കൊടുത്തു, അച്ഛൻ കൊടുത്തു, പിന്നെ എൻ്റെ അമ്മ കൊടുത്തു കേട്ടോ. എൻ്റെ അച്ഛൻ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ റിലേറ്റീവ് ഒരാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അച്ഛൻ കയറിയതുകൊണ്ട് ബാക്കി എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ഏകദേശം അമ്പലത്തിൽ വന്ന് എല്ലാവരും മോൾക്ക് മധുരം കൊടുത്തോണ്ട് തന്നെ അവൾ ഏകദേശം ഒരു മത്ത് പിടിച്ചൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. എവിടെയാണ് ഞാൻ എന്നുള്ളതിൽ കേട്ടോ. എന്നാലും എല്ലാവരും കൊടുക്കുമ്പോൾ വാ തുറക്കുന്നുണ്ട്. ഇപ്പം കൊടുത്തത് എൻ്റെ അമ്മേൻ്റെ അനിയത്തെ കേട്ടോ, ബിന്ദു ചേച്ചി. അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് പൊന്നുമാണ്. അപ്പോഴത്തേക്കിനും ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടോ. എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചോറ് എടുത്ത് കഴിഞ്ഞിട്ട് അവസാനം ഞാനും സച്ചിനേട്ടനും മോളും ഞങ്ങളുടെ കൂടെ സിയമോളും ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. മോളാണെങ്കിൽ തുമ്മോ ഉറക്കം വരുമോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സിയമോളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവളുടെ പാവാടയൊക്കെ ഇട്ടുള്ള കളി കണ്ടിട്ടാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു കാവ് പോലത്തെ പാമ്പിൻ്റെ, അതായത് നാഗത്തിൻ്റെ ഒരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ. അവിടെയും കൂടെ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കന്നെ ഇവിടുന്ന് എല്ലാവർക്കും പായസം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് മോൾക്ക് കൊടുത്ത പായസം പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. എനിക്കല്ലെങ്കിലും അമ്പലത്തിലെ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടുന്ന് പായസമൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ മാമൻ വന്നിട്ട് മോളെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത്. അതായത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇതെൻ്റെ അമ്മേൻ്റെ ഒരേ ഒരു ആങ്ങളെയാണ്, അതായത് എൻ്റെ മാമൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും അമ്പലത്തിനോട് ടാറ്റൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയിട്ട് മോളെ അബീൻ്റെ അടുത്ത് കൊടുത്തു കേട്ടോ. പൊന്നു അബിയാണ് അങ്ങോട്ടേക്ക് എടുത്തത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കായിരുന്നു. അച്ഛനും അച്ഛൻ്റെ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ഒരു റോഡിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് മോളെയൊക്കെ കൊടുത്തിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. ഇവിടെയൊക്കെ കുറച്ച് കയറ്റമുള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ കൈയൊക്കെ പിടിച്ചിട്ടാണ് അമ്മേനെ കയറ്റി കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്കന്നെ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിച്ചു കേട്ടോ. ആദ്യമേ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാം സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് വെജ് കറിയും വെള്ളാപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. ഇവിടെ പിന്നെ ഞാനും സച്ചിനേട്ടൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും മോളും അമ്മയും അച്ഛനും ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വരുമ്പോൾ മാത്രമേ ഇവർക്ക് ഈ സന്തോഷമുള്ളൂ. ഞങ്ങൾ വരുമ്പോൾ മാത്രമല്ല കേട്ടോ, ആര് വരുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ ഇവർക്ക് എന്തോ ഒരു ഒറ്റപ്പെട്ട പോലെ കേട്ടോ. പറയുമ്പോൾ ഇവിടെ അച്ഛനും അമ്മമ്മയും മാവനും മാമയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര ഒരു മൂകതയാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാമനില്ലേ, അതായത് എൻ്റെ അമ്മയുടെ ആങ്ങള, അവർക്ക് 2 മക്കളുണ്ടായിരുന്നു. ഇപ്പം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അതേ ഏജ് ആട്ടോ വരിക. പക്ഷെ അവരിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അവരില്ലാത്തതാണ് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് കേട്ടോ. അവർ ഞങ്ങളെ വിട്ടു പോയത്. എന്താണെങ്കിലും അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് സച്ചിനേട്ടനും അമ്മയും അച്ഛനും എല്ലാവരും ഒന്ന് കിടന്നുറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണല്ലോ. ഏട്ടൻ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ വേണം. അപ്പോൾ ഏട്ടനോട് കിടന്നുറങ്ങാൻ പറ്റി ഞാനും മാമനും അമ്മയും സിയമോളൊക്കെ കൂടെ പറമ്പിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഒരുപാട് സാധനങ്ങൾ അങ്ങ് ശേഖരിച്ചു. ചേമ്പ്, കാച്ചിൽ, പിന്നെ ചേമ്പിൻ്റെ തണ്ട്, കർമൂസ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്, സച്ചിനേട്ടന് ഇഷ്ടപ്പെട്ടത്, അച്ഛന് ഇഷ്ടപ്പെട്ടത്. പിന്നെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ചക്ക അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ കൈതച്ചക്ക ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ഒരു ചാക്കിൽ അങ്ങ് കെട്ടിയെടുത്തു. ഇത് നമ്മളിപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അമ്മ വീട്ടിൽ പോയി വരുമ്പോൾ ഒരു ചാക്ക് സാധനങ്ങൾ കൊണ്ടല്ലേ നമ്മൾ വരാറ്, അതുപോലെ കേട്ടോ. അങ്ങനെ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ട് സച്ചിനേട്ടൻ അമ്മേനൊക്കെ വിളിച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. എന്നിട്ട് നേരെ പോകുന്നത് മരുതോങ്കര, അതായത് എൻ്റെ സ്വന്തം വീട്ടിൽ അച്ഛമ്മേനെ കാണാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ പൊന്നും അമ്മയൊക്കെ അവിടെ നിൽക്കുകയാണ്. അവർ ഏകദേശം ഒരു വൈകുന്നേരമായിട്ട് മാത്രമേ വീട്ടിലേക്ക് വരുള്ളൂ കേട്ടോ. അങ്ങനെ അവരവിടെ നിർത്തിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ പെറുക്കി കൂട്ടി കൊണ്ടുപോകാനുള്ള പാക്ക് ചെയ്യാനായിരുന്നു പണി. എൻ്റെ റൂമിലൊക്കെ പോയിട്ട് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അമ്മയും അച്ഛനൊക്കെ കൂടിയിട്ട് അവർക്ക് ചായ കൊടുത്തു കേട്ടോ. ചായ പിന്നെ ഞാൻ കുടിക്കാൻ നിന്നില്ല. അപ്പോഴാണ് താമ എന്നോട് പറഞ്ഞു നീ റോഡ് കണ്ടില്ലേ എന്നുള്ളത്. കാരണം നമ്മുടെ വീഡിയോസിൽ അധികം ഉള്ളതായിരുന്നു ഈ റോട്ടിൽ കുഴി കാരണം ഒരുപാട് ആൾക്കാർ വീഴുന്നുള്ള പരാതി. പക്ഷേ ആ പരാതി ഇപ്രാവശ്യം ഞാൻ പോയപ്പോഴത്തേക്ക് നികത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല അടിപൊളി സൂപ്പർ റോഡാക്കിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ പെരുവണ്ണാമൂഴിയുള്ള റൂട്ട് വഴിയാണ്. അതുവഴി ആദ്യമായിട്ടാണ് അച്ഛനും അമ്മയും വരുന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമയം അവിടെ നിർത്തുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സച്ചിനായിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് നല്ലോണം ഉറക്കം വരുന്നു, ഒട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തട്ടുകട കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് ഞങ്ങൾ നല്ല സ്ട്രോങ് ചായ പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സച്ചിനായിട്ടൻ പോയിട്ട് മുഖമൊക്കെ കഴുകി, പിന്നെ അവിടെ ഉപ്പിലിട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതൊന്നും വേണ്ടായിരുന്നു, എനിക്ക് നല്ല സ്ട്രോങ് ചായ കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചായ കുടിച്ചു, അമ്മയ്ക്കും ചായ കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കപ്പയും പിന്നെ നല്ല ചമ്മന്തിൻ്റെ അകത്ത് തൈര് വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.